അപ്പം നമ്മൾ ചോറ് കഴിക്കാൻ പോയിന്ന് മത്തിക്കറി ഉണ്ട്, ലിജിയുടെ കൊയല കറി വെച്ചിട്ടുണ്ട്, കാബേജ് ഉപ്പേരി, പിന്നെ നമ്മളെ കാമ്പ് വറവ്, കഴിഞ്ഞ ദിവസം കൊത്തിയ കാമ്പിന്റെ വറവ്, പിന്നെ വെളുത്തുള്ളി അച്ചാർ അടിപൊളി. ലഗുസേ ചൂടാൻ തുടങ്ങിയല്ലേ? ഇന്ന് ഫുൾ തിരക്കാണ്. അവന്മാരെ കാരപ്പ എങ്ങനെയുണ്ട്? അവന്റെ വായി നിറച്ചും കാരപ്പാന്ന് പറയാൻ പറ്റുന്നില്ല കേട്ടോ. ഹായ് ഹായ്, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് ഉച്ചയ്ക്ക് ശേഷം നമ്മളെ ഒരു വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം ആയിട്ടാന്ന് വന്നിട്ടില്ലേ. ഇന്ന് നമുക്ക് ഉണ്ണിയപ്പത്തിന് ഓർഡർ ഉണ്ട് വൈകുന്നേരം അല്ലാമേ? അതെ. അപ്പൊ ഉച്ചക്ക് ഇന്ന് മൂടി വെച്ചിട്ടായില്ലത്. അതെ, അതിന്റെ മറ്റേ ഇതെല്ലാം ഇടണത്ര. ഇപ്പൊ അതിങ്ങനെ വെല്ലവും പിന്നെ മൈദയും അരിയും കൂടെ എല്ലാം കൂട്ടി വെച്ചിട്ട് അതിന്റെ തേങ്ങാക്കൊത്തും അങ്ങനെയുള്ള സംഭവം ഇടണത്രയായിരിക്കും അല്ലെ? അതിന്റെ അതെല്ലാം ഇടണത്ര, ജീരകം അതിൽ ചൂടാനാകുമ്പോ അത് ഇടും. നമ്മിപ്പം കുറച്ച് കൂട്ടിയിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ചൂടല് കേട്ടോ. അങ്ങനെ ചൂടുമ്പോ നല്ല സോഫ്റ്റ് കിട്ടുന്നുണ്ട്. ഓരോന്ന് ചെയ്താകുമ്പോ നമുക്ക് പുതിയ പുതിയ ഓരോരോ ട്രിക്സ് എല്ലാം കിട്ടും. അല്ല, അത് പെട്ടെന്ന് ആൾക്കാർ പറയുമ്പോ കുറെ സമയം കൂട്ടിട്ട് വെക്കാൻ സമയം ഉണ്ടാവില്ല. വൈകുന്നേരത്തേക്ക് ആയതുകൊണ്ട് രാവിലെ സമയമുണ്ട്. അമ്മക്ക് ഇന്ന് പണിയുമില്ല, വീട്ടിൽ തന്നെ ഉണ്ട്. പണി ഉണ്ടെങ്കിൽ പിന്നെ രാത്രി ഒരു 12 മണിയാകുമ്പോഴും കൂട്ടുകൂട്ടി വെച്ചിട്ട് 5 മണി പോയി വിടും. അപ്പൊ നല്ല പാതുള്ള അപ്പാന്നുണ്ടാകുന്നേരം. അപ്പൊ ഇന്ന് നമ്മ ഉണ്ടാക്കാൻ പോകുന്നില്ലേ നല്ല അമ്മ എന്നാ പറയും എന്നാ ഉണ്ടാക്കുന്ന അമ്മ? ഇന്ന് കുഞ്ഞുമത്തി കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതിനിടക്ക് ഇവിടെ അച്ഛൻ 2 മാങ്ങയും കൊണ്ടതിന്. അപ്പൊ നമുക്ക് അത് കൂട്ടിട്ട് കുഞ്ഞുമത്തി മാങ്ങ ഇട്ട് വെക്കാൻ വിചാരിച്ചിട്ട് നല്ല രസം. അങ്ങനെ വെച്ചാല് മാങ്ങ കാണുമ്പോ നമുക്ക് മീനിലിട്ടിട്ട് വെക്കാനാ തോന്നുന്നില്ല. നല്ലൊരു ടേസ്റ്റ് ആണ്. മീൻകറി മാങ്ങിയിട്ട് വെച്ചാല്, അതും കുഞ്ഞുമത്തി മാങ്ങിയിട്ട് വെച്ചാല് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. നല്ല രസമാണ് അങ്ങനെ ഇട്ട് വെച്ചാല്. നമ്മളെ കണ്ണൂര് പിന്നെ പരല് മീനെല്ലാം മാങ്ങിയിട്ട് വെച്ചാല് നല്ല മാങ്ങ കാണുമ്പോ പറയും, ഓ ഇളമ്പൊക്കെ കിട്ടണമായിരുന്നു, അല്ലെങ്കിൽ കുഞ്ഞുമത്തി കിട്ടണമായിരുന്നു എന്നെല്ലാം പറയും അങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്കിന്ന് മീൻ ഉച്ചക്കേക്ക് നല്ല മാങ്ങ ഇട്ടിട്ട് കറി വെക്കാം. അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ മീനെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. കുഞ്ഞുമത്തി ഇതാ, അതിലെ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഒന്ന് പെരട്ടി വെക്കാം. കഴുകിയെടുക്കുകയാണ്. എന്നാലും അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങയുടെ ചിരകി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെ മാങ്ങ കാണുമ്പോ തന്നെ തിന്നാൻ തോന്നുന്നു. 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നല്ല ഉണ്ട പച്ചമുളകെല്ലാം ഇത്. അതെ. അപ്പൊ ഇത് നമുക്ക് തേങ്ങയിലൊന്നും ചേർക്കാം. വറ്റൽമുളക് അതെന്നുവെച്ചാൽ കറി കുറച്ച് നല്ല എരിവ് ഉണ്ടാകും. അപ്പൊ മാങ്ങന്റെ തോലിയെത്താം നമുക്ക്. തോലിയെത്താണ്ടും വെക്കലുണ്ട്. തോലിയെത്താണ്ടും വെക്കലുണ്ട്. അപ്പൊ ഇത് നോക്കട്ട്, തോല് കട്ടിയുണ്ടെങ്കിൽ നമുക്ക് ചെത്താല്ലേ, പിന്നെ ഇങ്ങനെ പുളിയിടാം. അന്നൊരു ദിവസം അമ്മ കൊണ്ടുവന്ന സമയത്ത് നമ്മ ഒരു ദിവസം തോലെത്താണ്ടാക്കിയിട്ടേ. അപ്പൊ നമ്മ എപ്പം വിചാരിക്കല് നമ്മ ഉണ്ടാക്കുന്ന ഒരു ഇതെല്ലാം അത് അങ്ങനെ ആവൂലൂ എന്നാ നമ്മളെ ധാരണ. തോലെത്താണ്ടെല്ലാം വെച്ചാല് രസം ഉണ്ടാവൂല എന്നുള്ള ധാരണ ഉണ്ടായിന്. ആ കഴിച്ച് തോലുണ്ടാകുമ്പോ ചില മാങ്ങ കഴിക്കുവേ. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു വിചാരമാണ് എപ്പം. അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വെക്കുമ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വേസ്റ്റ് കുറച്ച് മീൻ എടുത്തിട്ട് തോല് ചെത്താണ്ട് നമ്മൾ ഇട്ട് നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ, ഒരു പ്രശ്നമില്ല. ഇന്ന് തോലെത്താണ്ടാക്കും നമ്മ. തോലെത്താണ്ട് നമുക്കിടാം. തോല് കട്ടിയില്ലാത്ത. അപ്പം നമ്മളെ കഴിഞ്ഞ ദിവസം കൊത്തിയ പൂവമ്പാഴന്റെ പഴമെല്ലാം നമ്മളിവിടെ പടന്നരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാനിന്ന് രാവിലെ അനിയാട്ടിന് ഞാനും കൂടി എല്ലാം അരിഞ്ഞു വെച്ചു. അല്ലെങ്കിൽ എല്ലാം ഉതിരൂലേ നിങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ നല്ല കുട്ടിയായിട്ട് വേഗം അരിഞ്ഞു വെച്ചു. ഒരു കൊല എനക്കും ഒരു കൊല അമ്മക്കും ആണ് കേട്ടാ. 2 എണ്ണം ഒന്നിച്ചായതുകൊണ്ട് ഒന്ന് അരി എടുത്തു. പിന്നെ ഇന്ന് ഇടുന്നാന്ന് നമ്മ വീഡിയോ എടുക്കുന്നത്. മിക്കവാറും അമ്മേന്റെ അടുത്തുനിന്നാണ് വീഡിയോ എടുക്കല്. ഇന്ന് ഇടുന്ന വീഡിയോ എടുക്കുന്നത് കേട്ടാ. അതെന്താ വെച്ചാൽ ഇന്ന് ഞായറാഴ്ച എല്ലാവരും വീട്ടിലുണ്ട്. പിന്നെ TV ഓഫ് ആക്കൂല. അപ്പൊ വീട് പിന്നെ TV ഒന്നും ആരും വെക്കുന്നില്ല. പിന്നെ എല്ലാവരും ആടെയാക്കി വീട് നമ്മൾ വീഡിയോ എടുക്കാൻ വെച്ച്. അന്നേരം പിന്നെ അവര് ഓഫ് ആക്കുക അവര് ഓഫ് ആക്കൊന്നും ചെയ്യില്ല. കുറച്ചാലും ഉണ്ടാവും. അവരും ബുദ്ധിമുട്ടിക്കണ്ട. നമ്മ നേരെ ഇതാ നിങ്ങൾ പറയുന്ന കേട്ടിട്ട് ഒരുപാട് ദൂരം ഉണ്ടെന്ന് വിചാരിക്കണ്ട. ഈ ജനന്റെ ഉള്ളിൽ കാണുന്ന ആ വീടാന്ന് കേട്ടാ. അപ്പൊ മാങ്ങയിട്ട് നമുക്ക് മുറിച്ചിടാം. പുളി ഉണ്ടായിക്കോട്ടെ, കുറച്ച് മീൻ അധികം ഉണ്ടല്ലോ അല്ലേ.
കഷ്ണം അങ്ങനെ പറക്കി തിന്നാൻ നല്ല രസമാണ്. എനിക്കും ഇഷ്ടമാണ്. അതിന്റെ കുഞ്ഞു കണ്ടെങ്കിൽ ഇപ്പൊ ഇതൊന്നും വെച്ചപ്പില്ല. അത് മുറിക്കുന്നുണ്ടെങ്കിൽ ഒരു വർഷം നോട്ടാമ്മ ഒരു വർഷം നോട്ടാമ്മ അണ്ടിയും കൂടെ ഓൻ കടിച്ചു ചെയ്യുമ്പോ അത്രക്കും ഇഷ്ടമാണ് പുളി. ഉപ്പിലിട്ട് വാങ്ങിയോ എല്ലാം വാങ്ങി എടുത്തോണ്ട് കാണുമ്പോ തന്നെ ബെറിയാവുന്ന പറയും. വായിൽ തന്നെ വായിന്ന് വെള്ളം വരുന്ന കാണുമ്പോ തന്നെ ഒരു വായിൽ വെള്ളം വരും. അപ്പൊ മാങ്ങ നമ്മളില്ലേ കുറച്ച് വലിയ പീസാക്കിട്ടാണ് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ എടുത്ത് തിന്നാൻ. ഇതാ കറിയിൽ അധികം ഉടയാണ്ട് ഇങ്ങനെ കിട്ടും. അപ്പൊ അത് തിന്ന് മീനിന്റെ ടേസ്റ്റ് എല്ലാം പിടിച്ച് തിന്നാൻ നല്ല ടേസ്റ്റാണ്. ആ മീനിന്റെ അമ്മ ഇളമ്പക്കാറിട്ട് എനിക്കിപ്പോ ഇളമ്പക്കാർ പണിപ്പോയോട്ട് കൂടെ ഇളമ്പക്ക കൊണ്ടുപോകുന്നുണ്ട്. എങ്ങനെ അത് ഏറ്റിട്ട് കൊണ്ടല്ലേ ഇങ്ങോട്ട് എത്ര ഉണ്ട് ഇളമ്പക്ക? വലിയ കറുത്ത ഇളമ്പക്ക ആടുന്ന് എടുത്തിട്ട് ഇങ്ങോട്ട് രാമതളി ഇങ്ങോട്ട് എത്തുമ്പോ തന്നെ നമ്മളൊക്കെ അതിൽ തന്നെ എനിക്ക് കാലില്ല. പിന്നെ അത് വെച്ചിട്ട് വരണമെങ്കിൽ ഇങ്ങോട്ടെല്ലാം കൊണ്ടുവന്നിട്ട് ചെറുത്ത്. പക്ഷെ ആടെ വലിയ ഇളമ്പക്ക അങ്ങോട്ട് നല്ല വലുത് കിട്ടുമായിരിക്കും. അടന്നെ അവിടെ പുഴ അടുത്ത് തന്നെ അല്ലേ. മുറിച്ചെടുത്തിട്ടുണ്ട്, മാങ്ങയെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് നെയ്യിലേക്ക് പച്ചമുളകെല്ലാം മുറിച്ചിട്ട് കൊടുക്കാം. ഒരു കഷ്ണം നമുക്ക് തിന്നാ ചെയ്യും. നല്ല രസമുണ്ട് ചെയ്യും. നല്ലൊരു ചോയ, നല്ല മാങ്ങ, നല്ല രസം ഉണ്ടാവും മീൻ കറി. നല്ല രസമുണ്ട്. അധികം പുളിയൊന്നും ഇല്ല അമ്മ മാങ്ങക്ക്, അധികം പുളിയൊന്നും ഇല്ല. നല്ലൊരു ടേസ്റ്റ്. ഒന്ന് വാങ്ങിയാ നമ്മത് നല്ല കറിയും അടിപൊളിയുണ്ട്. മാങ്ങയില് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1.5 സ്പൂൺ ഇട്ടിട്ടു. ഈ 2 പറങ്കി ഇതാ ഈ 2 വറ്റൽമുളക് നമ്മൾ ഇതിലൊന്ന് ചേർക്കുന്നുണ്ട്. അപ്പൊ വെള്ളം വെച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കാം. മീനൊന്ന് മാങ്ങ ഒന്ന് കുറച്ച് പോകുമ്പോൾ നമുക്ക് ഉപ്പ് ഇട്ടിട്ട് മീൻ ഇട്ട് കൊടുക്കാം. ഇപ്പം ഈ പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 പച്ചമുളക്. നല്ല എരിവുണ്ട് അതിന്. അപ്പോൾ തേങ്ങ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം അല്ലേ. നമ്മൾ ഇങ്ങോട്ടെല്ലാം മാങ്ങ ഇട്ട് വെക്കുമ്പോൾ ജീരകം കൂട്ടിയിട്ട് വെക്കും. ടേസ്റ്റാണ്. ജീരകം ഇടും. ചിലവരൊന്നും ജീരകം ഇടില്ല എന്ന് പറയുന്നേക്കാം. നമ്മ മീൻകറിയിൽ ജീരകം അരക്കാനുണ്ട് കേട്ടാ. ഈ മാങ്ങ കൂട്ടിയിട്ട് തേങ്ങ കൂട്ടിയിട്ട് വെക്കുമ്പോൾ ജീരകം ഇടും. വേറെ ടേസ്റ്റാണ്. അപ്പം ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടി അരച്ചെടുക്കാം കേട്ടാ. മാങ്ങ നല്ലോണം തിളച്ചിട്ടുണ്ട്. അതെ, നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പം മീനിട്ട് കൊടുക്കാം. കുഞ്ഞുമത്തി. മാങ്ങ ഒന്ന് തിളച്ചാടെ മീനിട്ട് കൊടുക്കാം കേട്ടാ. നല്ലോണം വേവണ്ട. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. വേവട്ടല്ലേ. ഇപ്പൊ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളമില്ലാണ്ട് അരച്ചിനെന്താ വെച്ചാൽ അറിയില്ല പറയണ്ട. ചോറുന്നായിട്ടാണ് എപ്പോ ചോർച്ചയാന്ന് വിചാരിക്കും എല്ലാരും. അല്ല, ഞാൻ അപ്പുറം കൊണ്ട് ആടുന്നാകുമ്പോ ഞാൻ അമ്മയും തന്നെ അരക്കും. ഇതിപ്പോ അങ്ങോട്ട് നടന്നിട്ട് അപ്പുറത്തേക്ക് അതാണ്. എന്നാലും ജാറടി മേണിക്കണേ എത്രേട്ടാ. 6 മണിക്കാ മുഹൂർത്തായിട്ട് നമുക്ക് ഒരു ദിവസം മുഹൂർത്തം വരും അല്ലേ ഗുസേ? വരുമെന്ന് പ്രതീക്ഷിക്കാം. പ്രതീക്ഷയാണ് എല്ലാവർക്കും. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഇതുപോലെ കലക്കിയെടുക്കാം. മീൻ നന്നായിട്ട് വെന്തിട്ടുണ്ടേ. ഒന്നില്ലേ, നമുക്ക് തേങ്ങ കൂട്ടി കൊടുക്കാം കേട്ടോ. വെള്ളം കുറവാണ്. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇതാക്കി കൊടുത്തിട്ടുണ്ട്.
ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കാണാൻ തന്നെ നല്ല ലുക്കുണ്ട്. കറിവേപ്പില വേണോ? കറിവേപ്പില ഇടാം. അപ്പം നമ്മൾ ചുറ്റിച്ചു കൊടുക്കുന്നുണ്ടേ. ഉടഞ്ഞു പോകല്ലേ, അല്ലെങ്കിൽ കയ്യിലിട്ടാൽ ഉടയും. ഞാനത് ചുറ്റിച്ചു കൊടുക്കാം. കുറച്ചുകൂടെ വെള്ളം ചൂടുവെള്ളം ഉണ്ടെങ്കിൽ ചൂടുണ്ട്. നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാമല്ലേ? കുറച്ച് തിക്കായിട്ട് തന്നെ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മളെ നല്ല മാങ്ങയിട്ട വെച്ച മീൻകറി റെഡി ഇട്ടാ റെഡി. അപ്പോൾ നമ്മളെ നല്ല മാങ്ങയിട്ട വെച്ച മത്തിക്കറി റെഡി ആയിട്ടുണ്ട്. ഒരു ചട്ടി നമ്മൾ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഒന്ന് താളിച്ചൊഴിക്കാല ശേഷം അപ്പം ഇങ്ങനെ ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണ നനച്ചെടുത്താലും മതി. പക്ഷെ ഇങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതായാലും മതി. വലിയ ഉള്ളി എടുത്തിട്ടില്ല. അപ്പം ആദ്യം ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവൊന്ന് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. നാടൻ മീൻകറി ആയിട്ടുണ്ട്. നല്ല കുറുകിയ മീൻകറി. അപ്പോൾ നമ്മളിപ്പോൾ ചോറ് കഴിക്കാൻ എല്ലാരും വന്നോട്ടാ. വേറെന്തില്ലേ മീൻകറിയില്ലു? കാമ്പ് ഉപ്പേരി വെച്ചിട്ടുണ്ട്. നീയുടെ കാബേജ് അല്ലേ? ഞാൻ കാബേജ് ഉപ്പേരിയും പിന്നെ കൊയലമീൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനാണ് അത് കറി വെക്കിന്. അപ്പോൾ ചിലപ്പോൾ നമ്മ ലേറ്റ് ആയി പോയെങ്കിലും വെച്ചിട്ട് പിള്ളേർക്കെല്ലാം ട്യൂഷനെല്ലാം പോണ്ടേ, അതുകൊണ്ട് അത് രാവിലെ ആക്കിന്. പിന്നെ കറി ഇപ്പം ആക്കി ചോറ് എല്ലാം ഒന്നിച്ച് വെച്ചു. എന്താ വെച്ചാൽ ഈ കാരപ്പത്തിന്റെ പരിപാടി ഉണ്ടായിരുന്നു. എല്ലാം ചടപട രാവിലെ വേഗം നോക്കിയിനി. നമുക്ക് ചൊറിയിക്കാം. മാങ്ങ കഷ്ണം തന്നെ കിട്ടിയിട്ടുണ്ട്. ഇജേ അപ്പം നമ്മൾ ചോറ് കഴിക്കാൻ പോയിന്ന്. മത്തിക്കറി ഉണ്ട്, ലിജിയുടെ കൊയല കറി വെച്ചിട്ടുണ്ട്, കാബേജ് ഉപ്പേരി, പിന്നെ നമ്മളെ കാമ്പ് വറവ്, കഴിഞ്ഞ ദിവസം കൊത്തിയ കാമ്പിന്റെ വറവ്, പിന്നെ വെളുത്തുള്ളി അച്ചാർ. അടിപൊളി. രണ്ടു വീട്ടിലത്തെ കറിയാകുമ്പോൾ കറി കുറേ ലോകം പറയും. അപ്പുറത്തെ വീട്ടില് 2 കറി, ഇപ്പുറത്തെ വീട്ടില് 2 കറി, 2 കൂടി കൂടിയാൽ 4 കറി. ആർക്കും ചോദിച്ചാലും പറയാം. അപ്പം ചൊറിക്ക. അപ്പൊ നമ്മളെ മാങ്ങ ഇട്ട് വെച്ച മത്തിക്കറി എങ്ങനെയുണ്ട് നോക്ക്. രസമുണ്ടാ? നല്ല രസമുണ്ട്. മാങ്ങ പീസതാ അതുപോലെ ഉണ്ട്. നല്ല ടേസ്റ്റാണ്. അതിങ്ങനെ കടിച്ച് തിന്നാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അതാ മാങ്ങേൻ്റെ പീസ്. രസമുണ്ട്. ശരിക്കും പച്ചക്ക് തിന്നപ്പോൾ ഇത്ര പുളി ഉണ്ടായിട്ടാ. കറിയിലിട്ട് വന്നതിന് ശേഷം ഭയങ്കര പുളി. രസം. അപ്പോൾ ചോറെല്ലാം കഴിച്ചതിന് ശേഷം അമ്മ അപ്പുറം വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അടുത്തുനിന്ന് കാരപ്പൻ ചൂടുന്ന്. നമുക്ക് പോയി നോക്കാം. അമ്മ ചൂടാൻ തുടങ്ങിയോ നോക്കാമല്ലോ. കുറച്ച് സമയം ചൂടാൻ കൂടാ. അതിന് ശേഷം പിന്നെ കുടുംബശ്രീയിലുണ്ട്. ഞായറാഴ്ചയാണ്. വായനശാലയിലും പോകണം. അപ്പോൾ വൈകുന്നേരം വായനശാലേൻ്റെ പരിപാടി ഉണ്ട് കേട്ടോ. അതിനാണ് കാരപ്പൻ ചുട്ടു കൊണ്ടുപോകുന്നത്. വീടിൻ്റെ അടുത്ത് തന്നെയാണ് പരിപാടി. ഒരു പുസ്തക ചർച്ചയുണ്ട് ഇന്ന്. അപ്പോൾ 250 കാരപ്പാണ് ആക്കാനായിട്ടില്ലത് കേട്ടോ. ലേഗൂസേ ചുടാൻ തുടങ്ങിയല്ലേ? ഇന്ന് ഫുൾ തിരക്കാണ്. ഉണ്ണിയപ്പം ഇതൊന്ന് പ്രഥമനാ ഗ്ലാസ് വെച്ച് വെച്ചത് വെറുതെ വെച്ചത്. നമ്മളെ ഉണ്ണിയപ്പത്തിൻ്റെ കൂട്ടാണ് കേട്ടാ.
അമ്മേ അപ്പം ചൂട്ട് ക്ഷീണം പിടിച്ചോടി ഇരിക്കുന്നത്. അപ്പൊ എല്ലാം ഏകദേശം നമ്മ ചുട്ട് കഴിഞ്ഞു കേട്ടാ. എന്താ ഇനി ഇത്രയേ ബാക്കിയില്ലു. 250 അപ്പൊ 250 നമ്മ അത് കൊടുക്കുമ്പോ കുടുംബശ്രീക്കും പോയി അതിന്റെ ഇടയ്ക്ക് അമ്മ വിളിച്ചിട്ട് വേഗം വന്നിട്ട് തിരക്കില് അങ്ങനെ എടുക്കാൻ പറ്റിയിട്ട് അതിന്റെ ഒന്നും വീഡിയോ. അപ്പം ബാക്കിയില്ല കാരപ്പ് ഇതാ ഇത്രയും ബാക്കിയുണ്ട്. ഇതെല്ലാം പിന്നെ ഇത് കുറച്ച് നമ്മളെ കുടുംബശ്രീയിലേക്ക് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ പാക്കാക്കിയെന്ന് ഇതൊന്ന് പാക്കാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് കൊണ്ടുപോയി. അപ്പൊ എങ്ങനെയുണ്ട് കാരപ്പം? ഞാൻ തിന്നു നോക്കിയില്ല. അടിപൊളി കാരപ്പം, നല്ല പതുകൊണ്ട് രാവിലെ കൂട്ടുകൂട്ടി വെച്ചോണ്ട് നല്ല അപ്പം തന്നെ. ഇനി എല്ലാരും നടന്ന് തിന്നുമ്പോ പറയല്ല. അതെ, അമ്മേന്റെ കാരപ്പത്തിന് അല്ലെങ്കിൽ നല്ല അഭിപ്രായമാണ് കേട്ടാ. അപ്പം നമ്മളെ വീഡിയോ ഒന്ന് എത്രയില്ലോ അല്ലേ? അതെ, ഒരു മീൻകറി ഉണ്ടാക്കുന്നു, ഒരു കാരപ്പം സൈക്കിളിൽ വെച്ചിട്ട് ഇനിയിപ്പോ ലോകു ക്ലാസ്മേറ്റ് വന്നു തോന്നുന്നു നോക്കട്ടെ. അപ്പൊ ലോകുട്ടനും ക്ലാസ് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടേ. ലോകു 5 മണിയായി അല്ലേ? അവന്മാരെ കാരപ്പം എങ്ങനെയുണ്ട്? അവന്റെ വായി നിറച്ചും കാരപ്പാന്ന് പറയാൻ പറ്റുന്നില്ല കേട്ടാ. അപ്പൊ നിങ്ങ എല്ലാരും വിചാരിക്കണ്ട കേട്ടാ ഞാൻ ഈ മാക്സി ഊരല്ലേ ഇല്ലാന്ന്. ഇത് കഴിഞ്ഞ ഞായറാഴ്ച ഇട്ടേ പിന്നെ ഇന്ന് ഇടുന്ന അത്ര. അമ്മ അപ്പൊ കഴിഞ്ഞ വീഡിയോയില് ചോദിച്ചിട്ടുണ്ടായിനി കാരപ്പം പൊട്ടിച്ചിട്ട് കാണിക്കോ ഉള്ളു കാണിക്കോ. അപ്പൊ അമ്മ ഒന്ന് പൊട്ടിച്ചിട്ട് ഉള്ളു കാണിച്ചു കേട്ടാ. പൊട്ടിച്ചതിന്റെ പകുതി കണക്കണം. ഉള്ളെല്ലാം നല്ല വെന്തിട്ടുണ്ട്. നല്ല അടിപൊളി കാരപ്പം, നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടാ തിന്നാൻ വേണ്ടിട്ട്. തിന്നാൻ പറ്റും. അപ്പൊ അമ്മേന്റെ കോലയും പൊഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അമ്മ. ഞാൻ മുറിച്ച് വെച്ചില്ലെങ്കിൽ അതെല്ലാം ഉതിർന്നിട്ട് വേഗം ഇതായിപ്പോ. അപ്പൊ ലോകു വരുമ്പോഴത്തേനും അതി ഗ്രൗണ്ടിൽ കളിക്കാൻ പോയി ഇടാ. ഈട അങ്ങനെയാണ്, ഒരാളുണ്ടാകുമ്പോ ഒരാളുണ്ടാവില്ല, ഒരാളുണ്ടാവില്ല. നല്ല നേരത്തെ തിന്നു. അതിന്റെ ഇടയ്ക്ക് ഞാൻ കുടുംബശ്രീയിൽ പോയി. ഇനിയിപ്പോ വായനശാലയിലും പോകാൻ സമയമായി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ പരിപാടി. 7 മണിക്കാണ് പരിപാടി. അതിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് ആ കാരപ്പലം ചുട്ടുകൊണ്ട് വെച്ചില്. അപ്പൊ നമ്മളെ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യുന്നത്. ലോകു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പൊ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാരും സബ്സ്ക്രൈബും ഷെയറും എല്ലാം ചെയ്യണേ. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബൈ.